സർക്കാരിന്റെ വാർദ്ധക്യ പെൻഷൻ തുക കൊണ്ട് മാത്രം ജീവിതം തള്ളി നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അങ്ങനെ ഒരാളാണ് കായംകുളം ഭരണിക്കാവ് സ്വദേശിയായ നബീസ. മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതോടെ നബീസയെ പോലുള്ളവരുടെ ജീവിതവും ദുരിതത്തിലായിരിക്കുകയാണ്. ഭരണിക്കാവ് സ്വദേശി ഇലപ്പക്കുളം കട്ടേൽ വടക്കതിൽ നബീസയ്ക്ക് 69 വയസ്സുണ്ട്. വിധവയായ നബീസ തനിച്ചാണ് താമസം. സർക്കാർ നൽകുന്ന വാർദ്ധക്യ പെൻഷൻ കൊണ്ടായിരുന്നു ജീവിതം. എന്നാൽ പെൻഷൻ വഴിമുട്ടിയതോടെ ജീവിതവും വഴിമുട്ടി. 14 മാസത്തെ പെൻഷൻ കിട്ടാനുള്ളപ്പോൾ 3 മാസത്തെ പെൻഷൻ മാത്രമാണ് പല തവണകളായി ലഭിച്ചിട്ടുള്ളതെന്ന് നബീസ പറയുന്നു. അതിന് എനിക്ക് മരുന്ന് മേടിക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് എത്ര രൂപ വീതം വേണം മരുന്ന് മേടിക്കണം. ആരും സഹായിക്കാൻ ആരുമില്ല, ആരും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. വളരെയധികം കഷ്ടതയിലുള്ള ജീവിതമാണ് എൻ്റെത്. ഞാൻ ഏതാണ്ട് നവംബർ 20-ാം തീയതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരെ ഞാൻ പരാതി കൊടുത്തത് 2024 ആദ്യം. ഇപ്പോഴേ എല്ലാം കൂടി 14 മാസത്തിനുള്ളിൽ എനിക്ക് 4 പ്രാവശ്യത്തെ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പെൻഷൻ കിട്ടാതായതോടെ വിവാഹിതരായ പെൺമക്കളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ കഴിയുന്നത്. മരുന്നിനും മറ്റു ചിലവുകൾക്കും ആശ്രയമായിരുന്നു പെൻഷൻ തുക. പെൻഷൻ മുടങ്ങിയതോടെ മരുന്നടക്കം വാങ്ങാൻ നബീസയ്ക്ക് ബുദ്ധിമുട്ടാണ്. നവകേരള സദസ്സും കേരളീയവും ഒക്കെ സംഘടിപ്പിച്ച് ദൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കുന്ന സർക്കാർ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ കണ്ണീര് കൂടി കാണണം. ജനം, ആലപ്പുഴ.